ഈ നാട്ടുപുറത്തൊക്കെ നമ്മൾ സാധാരണ പറയുന്ന ഒരു നാടൻ ന്യായമുണ്ട്. ഒരുത്തൻ നശിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് പേർക്ക് സന്തോഷമാണ്. സത്യമാണ്. ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ളത് നന്നായി കാര്യങ്ങൾ മെനയ്ക്ക് ജീവിച്ചു പോകുന്ന ആളുകൾക്കാണ്. കള്ളു കുടിച്ച് വെള്ളമടിച്ച് ജോലിക്കും പോകാതെ ജംഗ്ഷനിൽ കമന്ന് കിടന്നുറങ്ങുന്നവനോട് വലിയ സ്നേഹവും ഇഷ്ടവും ഒക്കെയാണ്. ഉള്ളിൽ ഒരു പരിഭവവും ദേഷ്യവും ഒക്കെ കേൾക്കത്തക്ക പറയും, ഇവനെന്താണ് ഈ കാണിക്കുന്നത്, ഇവന് കുടുംബം നോക്കണ്ടായോ, ഇവനൊരു ഉത്തരവാദിത്വം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമെങ്കിലും ഉള്ളിൽ ഒരുപാട് പേർക്കൊരു സന്തോഷം. എന്താണെന്നറിയാമോ? അവനങ്ങ് നശിച്ചല്ലോ എന്നുള്ളത്. ഈ നശിച്ചത് കാണുമ്പോഴാണല്ലോ ഒരുപാട് പേർക്കൊരു സന്തോഷം വരുന്നത്. ഞാനിത് വ്യക്തിയെക്കുറിച്ച് പറയാനല്ല പറഞ്ഞത്. 3-4 ദിവസമായി വലിയ മാധ്യമ വാർത്തയാണ്. സൗദി അറേബ്യയിൽ മദ്യം വിളമ്പാൻ തീരുമാനിച്ചു, ലൈസൻസ് നൽകാൻ തീരുമാനിച്ചു. ഇതാണ് വാർത്തയുടെ ഒരു സംഗതി. ആഘോഷത്തോടാഘോഷം. ഒരുപാട് ഇസ്ലാമോഫോബിയ ആളുകൾ മുഴുവൻ ആഘോഷിക്കുന്നു. സാധാരണ ഒരു രാജ്യത്തു കൂടി ഈ വിഷം വിൽക്കാൻ തുടങ്ങിയാൽ ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ അതിൽ പ്രയാസമാണ് തോന്നേണ്ടത്. ഇതിപ്പോൾ സൗദി അറേബ്യയിൽ വിൽക്കാൻ തുടങ്ങിയതറിഞ്ഞ് ഭയങ്കരമായ സന്തോഷം. അവിടെ വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കഴിഞ്ഞ ദിവസം സൗദി ഗവൺമെൻറ് തന്നെ ഔദ്യോഗികമായി അതിനൊരു വിശദീകരണവുമായി രംഗത്ത് വന്നു. അവർ പറഞ്ഞത് വേറൊന്നുമല്ല, മദ്യം വിളമ്പാതെ ലോകകപ്പ് വിജയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. മദ്യം വിളമ്പാതെ ലോകമറിഞ്ഞ 100 കണക്കിന് കായിക മേളകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ വാർത്തയ്ക്ക് എങ്ങനെ പ്രാധാന്യം വന്നതെന്ന് വെച്ചാൽ, മദ്യം ലോകകപ്പ് വരാൻ പോകുന്നതിന് ഇപ്പോഴേ മദ്യത്തിന് ലൈസൻസ് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. സൗദി അറേബ്യയിൽ മദ്യത്തിന് ലൈസൻസ് ഉണ്ട്. ആർക്കെന്നറിയോ? ഈ രാജ്യങ്ങളുടെ ഈ ഹൈക്കമ്മീഷനുകൾ, നയതന്ത്ര കാര്യാലയങ്ങൾക്കകത്ത് അവർക്കൊരു പ്രത്യേകമായ കോട്ട പോലെ കൊണ്ടുവരുന്നതിനും വാങ്ങുന്നതിനും ഒക്കെയുള്ള ലൈസൻസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു നിയന്ത്രിതമായ രീതിയിൽ. അതിനപ്പുറത്തേക്ക് ഇതുവരെ എങ്ങും കൊടുത്തിട്ടില്ല. ഈ ഖത്തറിൽ ഫുട്ബോൾ നടന്നപ്പോഴും അവിടെ മദ്യപ്പുഴ ഒഴുകും, ഇസ്ലാം ഒഴുകി അങ്ങ് കടലിൽ പോവും, ഖുർആൻ എടുത്ത് തോട്ടിലോട്ട് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞത് സാക്ഷാൽ നമ്മുടെ മാത്യു സാമുവലച്ചായനാണ്. പക്ഷേ അവിടെ എങ്ങും ഒരു മദ്യവും വിറ്റില്ല. മദ്യത്തിൻ്റെ ലേലം നടന്നു. അത് സ്പോൺസർഷിപ്പ് പിടിച്ച ആളുകൾക്ക് എത്ര കോടി രൂപ വേണമെന്ന് പറഞ്ഞു. അത്രയും കോടി രൂപ ഖത്തർ സർക്കാർ അങ്ങ് കൊടുത്തു. എടാ, ട്രംപിന് കളിക്കാനായിട്ട് എത്ര ആയിരം കോടി രൂപയുടെ ഒരു വിമാനം കൊടുക്കുന്ന രാജ്യത്തിന് ഇതൊരു ചിലവേ ആയിരുന്നില്ല. മാന്യമായി മദ്യമില്ലാതെ ഒരു ലോകകപ്പ് നടത്തി. ഇനി അടുത്ത ഊഴം സൗദി അറേബ്യ ലക്ഷ്യം വെക്കലാണ്. സൗദി അറേബ്യയിൽ ലൈസൻസ് കൊടുത്തു, അതുകൊണ്ട് താണ്ട മദ്യപ്പുഴ ഒഴുകാൻ പോകുന്നു. ഖത്തറിൽ ആഘോഷിച്ചതുപോലെയല്ല, സൗദി അറേബ്യയിൽ അങ്ങനെ ഒഴുകി കിട്ടിയാൽ എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയോ? ആ സന്തോഷം തൽക്കാലമില്ല എന്നാണ് സൗദി മന്ത്രി പറഞ്ഞത്. അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അത്തരമൊരു വാർത്ത വ്യാജമാണ് എന്നുള്ളതാണ്. വ്യാജമാണെങ്കിലും വേണ്ടില്ല, ഒരു വാർത്ത ചെയ്യാൻ അവസരം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഒരുപാട് പേർ വാർത്ത ചെയ്തത്. ഒന്നുമല്ലെങ്കിലും സൗദി അറേബ്യയുടെ ഇപ്പോഴത്തെ ഒരു സഞ്ചാരം ഒരുപാട് ആളുകൾക്ക് അസ്വസ്ഥതയും വേദനയും ചുടിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് കാണുന്നതൊരു സന്തോഷമാണ്.